ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളികേര വികസന ബോർഡിലും സീഡ് സുരക്ഷാ പ്രോജക്റ്റിലും നാഷണൽ ആയുഷ് മിഷനിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നാളികേര വികസന ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ട്രേഡ് അപ്രന്റീസ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് NCVT ഇഷ്യൂ ചെയ്തിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ് വന്നിട്ടുള്ളത്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നടക്കുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിൽ വെച്ചിട്ടാണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് 7,700 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കാലയളവ് വരുന്നത് 2 വർഷമാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നടക്കുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് DSP ഫാം നേരിമംഗലം എറണാകുളത്താണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയറിൽ 6,000 രൂപയും സെക്കൻഡ് ഇയറിൽ 6,600 രൂപയുമാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.apprenticeshipindia.gov.in/apprenticeship/opportunity എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11 ജാനുവരി 2024 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ആദ്യം മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആണ്. കൂടാതെ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 5/1/2024 രാവിലെ 11 മണി മുതലാണ്. അടുത്തത് യോഗ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BNYS അല്ലെങ്കിൽ MSc യോഗ അല്ലെങ്കിൽ MPhil യോഗയാണ്. അല്ലെങ്കിൽ 1 ഇയർ ഡ്യൂറേഷനിലുള്ള PG ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ 1 ഇയർ ഡ്യൂറേഷനിലുള്ള യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 9/1/2024 രാവിലെ 11 മണിക്കാണ്. അടുത്തത് സാനിറ്റേഷൻ വർക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 16/1/2024 രാവിലെ 11 മണി മുതലാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/12/2023 വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് DPMSU നാഷണൽ ആയുഷ് മിഷൻ 5th ഫ്ലോർ ആരോഗ്യ ഭവൻ ബിൽഡിംഗ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ ബിൽഡിംഗിൽ 5th ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സീഡ് സുരക്ഷാ പ്രോജക്റ്റിൽ കൗൺസിലറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ആന്ത്രോപോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ളവർക്കും 2 വർഷം കൗൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ 28 രാവിലെ 11 മണിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.